കേരളത്തിൽ നടുക്കിയ ഒരു മരണമായിരുന്നു മിഥുൻ്റേത്. നല്ല അടച്ചുറപ്പുള്ള ഒരു വീട് മിഥുൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി താൽക്കോൽദാന കർമ്മം നിർവഹിച്ചു. കേരള ഗൈഡ് ആൻഡ് സ്കൗട്ടാണ് ഇതിന് മേൽനോട്ടം നിർവഹിച്ചത്. വിവിധ സംഘടനകൾ ഈ ഭവനത്തിന് വേണ്ടി അകമഴിഞ്ഞു സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. 1000 സ്ക്വയർ ഫീറ്റിൽ ഇറങ്ങുന്ന ഒരു വീട് 20 ലക്ഷം രൂപയ്ക്ക് അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകാം. ബാക്ക് പാസ് ചെയ്തേ. दया कर दान भक्ति का हमें परमात्मा देना, दया करना हमारी आत्मा में शुद्धता देना. നമ്മുടെ തേവലേക്കര ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മിഥുൻ നമ്മോട് വിട പറഞ്ഞിട്ട് മാസങ്ങളായി. ആ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടി പറന്നെത്തുകയും അവിടെ നിന്ന് ഈ മിഥുൻ്റെ നഷ്ടം ഒരു തീരാ നഷ്ടമാണെന്നും എന്നാലും ആ വീടിനും കുടുംബത്തിനും വേണ്ടി എന്തൊക്കെ സർക്കാരിനും നാട്ടുകാർക്കും ഈ പ്രദേശത്തുകാർക്കും എല്ലാം ചെയ്യാൻ കഴിയും എന്നത് വളരെ ഗഹനമായി തന്നെ ആ സമയത്ത് തന്നെ ചിന്തിച്ച് ആ കൃത്യസമയത്ത് തന്നെ മിഥുൻ്റെ വീടിന് കണ്ട് തീർച്ചയായും ഈ വീട് പുതുക്കി പണിയണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഒരു തീരുമാനമെടുക്കുകയും ഏറ്റവും പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, നമ്മുടെ MLA കുഞ്ഞുമോൻ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സെക്രട്ടറി പ്രഭാര സാർ, ഇവിടെ മിഥുൻ്റെ കുടുംബാംഗങ്ങൾ, ദേശസേവന സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, മുൻ പാർലമെൻറ്റ് മെമ്പർ സോമപ്രസാദ് ഇവിടെ വേദിയിലുണ്ട്, മുൻ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം വേദിയിലുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാരുടെ പേരെടുത്ത് പറയേണ്ട ആൾക്കാരെല്ലാം വേദിയിലും ഈ ഇതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്രതീക്ഷിതമായിട്ടൊരു അപകടം ഉണ്ടായി. ഒരിക്കലും നികത്താൻ കഴിയാത്ത നിലയിൽ മിഥുൻ നമ്മളെ വിട്ടുപിരിച്ചു. അപ്പോൾ തന്നെ ഞാനും ധനകാര്യ വകുപ്പ് മന്ത്രിയും കുഞ്ഞുമോനും ഒക്കെ തന്നെ ഇതിൽ ഇടപെട്ടു. കഴിയുന്ന കാര്യങ്ങളെല്ലാം ആ കാര്യത്തിൽ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ മിഥുന് ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം, വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യക്ക് പുറത്തുനിന്ന് കാശ് പിരിച്ചും അതേപോലെ ഇന്ത്യക്കകത്തും കാശ് പിരിച്ചും കാശ് പിരിവല്ലാതെ വീട് ഒരു സ്ഥലത്തും നിർമ്മിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അത് പിരിക്കുന്നത്. സാധാരണ ആളുകളൊന്നുമില്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട
ആൾക്കാരാണ് ആ കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു സമയത്താണ് പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ വീട് വെച്ച് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് യഥാർത്ഥം ഈ ചടങ്ങ് നടത്തണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്തായാലും ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരെ കൊണ്ട് അറിയണമല്ലോ. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് സംബന്ധിച്ചത് ആൾക്കാരെ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ഇങ്ങനൊരു ചടങ്ങ് വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കേരളമാകെ ഈ വീട്ടിലേക്കും മിഥുനൻ്റെ വിയോഗത്തിലേക്കും ശ്രദ്ധിച്ച ഒരു വളരെ വിഷമമുണ്ടാക്കിയ സംഭവമായിരുന്നു ആ വിയോഗം. കേരളത്തിൽ 2-3 ദിവസം അതുതന്നെയാണ് ചർച്ച ചെയ്തത്. നമ്മുടെ സ്കൂളുകളിൽ ഓരോ വീട്ടിൽ നിന്നും സ്കൂളിൽ പോകുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ ഓരോ വീട്ടിൽ നിന്നും കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വീടിനും ഞങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിക്കുണ്ടാവുന്നൊരു വിഷമം പോലെ തോന്നിയ സംഭവമാണ് ആ സംഭവം. അത് ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. മിഥുൻ എന്ന കുട്ടി നമ്മളെ വിട്ടുപിരിഞ്ഞു. പിന്നെ അതിന് ഇനി ആവർത്തിക്കാതിരിക്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുടുംബത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മളന്ന് വരുമ്പോൾ ചെറിയ ഒരു വീടെന്ന് പറയാവുന്നതല്ലാത്ത ഒരു ചെറിയ വീടായിരുന്നു കാണുന്നത്. ആ വീടിൻ്റെ ഭിത്തിയിൽ മിഥുൻ വരച്ചിട്ടൊരു ചിത്രമുണ്ട്. ഒരു വീട് ഞാൻ വലുതാവുമ്പോൾ ഇങ്ങനൊരു വീട് വെക്കും എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് അന്ന് നമ്മൾ കണ്ടതാണ്, വാർത്തകളിൽ വന്നതാണ്. മിഥുനും അനിയനും 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവർ രണ്ടുപേരും കുട്ടികളായിരിക്കുമ്പോൾ അന്ന് തന്നെ പൊതുവായ കാര്യങ്ങൾക്ക് പരിപാടികൾക്കൊക്കെ പോവും. ബാലസംഘം പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കും. പൊതുവായ കാര്യങ്ങൾക്ക് പോവും. അവിടെ ആ മുറിക്കകത്ത് വെച്ചിരിക്കുന്ന തന്നെ ഉത്സവ സമയത്ത് വലിയ കാളകെട്ടിൻ്റെ മുന്നിൽ അതിൻ്റെ കെട്ടുകാഴ്ചയുടെ മുന്നിൽ നിൽക്കുന്നൊരു ചിത്രമാണ് മിഥുൻ്റെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇത് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു സംഭവം, ഒരു ദുഃഖം പോലെയാണ്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികൾ വിളിക്കുന്നു, ഞങ്ങളുടെ മന്ത്രി മാമൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോരുത്തർക്കും നേരിട്ട് കണക്റ്റ് തോന്നുന്ന തരത്തിലേക്ക് ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ടവരും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ഇവിടെ എത്തി, ഞങ്ങളെല്ലാവരും എത്തി. ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ പല ശ്രമം നടന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരൊരു വിഷയത്തെ വളച്ചൊടിക്കാൻ ധാരാളം ശ്രമം നടന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ വളച്ചൊടിക്കലിലും അതിനെ പ്രത്യേകം ഏതൊരു സംഭവം വന്നാലും അതിനകത്തൊരു മാനുഷികമായ വശം കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുപോലും ഞാൻ ഓർക്കുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അന്ന് ആ ബോഡി വരുന്നതിൻ്റെ അന്ന് തന്നെ കരിങ്കൊടിയൊക്കെ കണ്ടത് ഞാൻ ഓർക്കുന്നു. ഞാനത് ഓർമ്മിക്കേണ്ട കാര്യമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഇത്തരൊരു സംഭവത്തെ അങ്ങനെ കണ്ട സംഭവങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതൊരു അത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. ഒരു ദുരന്തമാണിത്. അങ്ങനൊരു സംഭവത്തെ മുഴുവൻ ആളുകളും നാട്ടിലെ എല്ലാവരും കണ്ടത് ആ കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളതാണ്. അമ്മ പുറത്തായിരുന്നു, ജോലി ചെയ്യാൻ പോയതാണ്, വീടിൻ്റെ താങ്ങായിട്ട് ജോലിക്ക് പോയതാണ്. അമ്മ അവിടുന്ന് എത്തി. എല്ലാവരും ഈ ദിവസങ്ങളിലുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് തന്നെ ഈ കാര്യത്തിന് അവരുടെ ആദ്യത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ആലോചിച്ചത് ഈ കുടുംബത്തിൻ്റെ വീടും മറ്റ് സൗകര്യങ്ങളുമാണ്. അതിനുശേഷം ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ MLA മുൻകൈ എടുത്തു. ഇക്കാര്യത്തിലെല്ലാം MLA എടുത്ത ശ്രീ കോവൂർ കുഞ്ഞുമാൻ എടുത്ത വലിയ ഒരു ഉത്തരവാദിത്വം ഞാൻ എടുത്തു പറയുകയാണ്. കാരണം ഒരു MLA എന്ന നിലയിൽ ഇവിടെ ഈ കാര്യത്തിൽ നേരിട്ട് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് വലിയ പങ്കാണ് നമ്മുടെ MLA വഹിച്ചത്. അപ്പോൾ MLA ഉണ്ടായിരുന്നു, മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ, ഇവിടെ ശ്രീ സോമപ്രസാദ് PK ഗോവൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും അന്നുണ്ടായിരുന്നു. ബാക്കി KSTA സ്കൂളിലെ അധ്യാപക സംഘടന അവരെല്ലാം എല്ലാ സഹായവും ചെയ്യാമെന്ന് KSTA പറഞ്ഞു. മന്ത്രി തന്നെ പറഞ്ഞു വീട് നിർമ്മിക്കുന്നതിന് സ്കൗട്ട്സിനെയാണ് അദ്ദേഹം ചുമതലപ്പെടുത്തത്. സാധാരണഗതിയിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചെയ്യുന്ന വീടിന് 2 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെയാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട്. ഞാൻ പല വീടുകളും ഇതുപോലെ താക്കോല് കൊടുക്കുന്ന പരിപാടിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ 20 ലക്ഷത്തിലധികമാണ്. 8 ലക്ഷത്തിന് പകരം 20 ലക്ഷത്തിന് ഒരു വലിയ വീടാണ് നല്ല വീടാണ് അവർ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ വന്ന് അവിടുത്തെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. സ്കൂളിലെ അധ്യാപകരെയും എല്ലാവരെയും വിളിച്ചിരുന്നു, നാട്ടിലെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ച്. അങ്ങനെ സുരക്ഷാ ഓഡിറ്റ് സംബന്ധിച്ച് ഒരു സംസ്ഥാനത്താകെ ഒരു നിർദ്ദേശം കൊടുത്തിപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്കൂളിലും പാലിക്കേണ്ട മാനദണ്ഡങ്ങളെപ്പറ്റി ഒരു ഡയറക്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. 4 മാസത്തിനകത്ത് 5 മാസത്തിനകത്ത് വീട് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റും. ഒരു സംഭവം ഉണ്ടാകുമ്പം പറയാനും പ്രതിഷേധിക്കാനും പ്രസ്താവന നടത്താനും ധാരാളം ആളുകൾ കാണും. പക്ഷേ അത് കഴിഞ്ഞ്
ആ കുടുംബം എങ്ങനെ ജീവിക്കുന്നു, കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, പ്രദേശം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നോക്കാൻ പലപ്പോഴും കാണില്ല. അന്നേരത്തെ ഒരു ബഹളവും വാർത്തയും കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ആരും പോകാറില്ല. പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ എല്ലാവരും കൂടിയിരിക്കുന്നവർ ആ കുടുംബത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ വലിയ പിന്തുണ എല്ലാ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും KSTA എന്ന സംഘടനയുടെയും എല്ലാം ഭാഗത്തുനിന്ന് അവർക്ക് വലിയ സഹായം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ആ കുടുംബത്തിന് ജീവിക്കാനുള്ള ഇനിയും എല്ലാ പിന്തുണയും ഉണ്ടാവണമെന്നുള്ള വരെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതൊരു പാഠമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. സർക്കാർ എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. സർക്കാർ എന്ന് പറയുന്നത് ആകാശത്തുനിന്ന് വരുന്നൊരു കാര്യമല്ല. നിങ്ങളെങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഇപ്പോൾ കുട്ടികൾ 3 പേര് വന്ന് ആ സിലബസ് കാര്യം പറയുമ്പം അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഇടപെടുന്നതിനാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. എല്ലാ കാര്യങ്ങളും നമുക്ക് ആഗ്രഹിക്കുന്ന നടപ്പാക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കാനും ശ്രമിച്ച ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു, വളരെ മാതൃകാപരമായ ഉദാഹരണങ്ങൾ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല നേതൃത്വം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജില്ലാ അസോസിയേഷൻ എന്നുള്ള നിലയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാന അസോസിയേഷനാണ് ഈ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആണ് ഈ നിർമ്മാണ ചുമതല ഞങ്ങളുടെ കൈവശം വന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വളരെ ഫലപ്രദമായി നല്ല രൂപത്തിൽ നല്ല നേതൃത്വം കൊടുത്ത് സംസ്ഥാന നേതൃത്വം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി നമ്മൾ ജില്ലാ അസോസിയേഷനെ, കേരളത്തിൽ 41 ജില്ലാ അസോസിയേഷനുണ്ട്, അത് കൊല്ലം ജില്ലാ അസോസിയേഷനെ ആ ചുമതല നമ്മൾ സംസ്ഥാന അസോസിയേഷനെ ഏൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല ഒരു വീട് നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നല്ല നേതൃത്വമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു കാലതാമസമില്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി അടുക്കും ചിട്ടയോടുകൂടി നടന്ന് നല്ല രൂപത്തിൽ കലാശിക്കാണ് ഇപ്പോൾ ഉണ്ടായത്. സ്ക്വയർ ഫീറ്റ് മൊത്തം ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റാണ്. 1000 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിൽ 3 മുറികൾ, 3 കിടപ്പ് മുറികൾ, അതുപോലെ കുളിമുറി, ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ, അതുപോലെ വരാന്ത, കോണിപ്പടികൾ, എല്ലാ സൗകര്യമുള്ള അതിമനോഹരമായ ഒരു വീടാണ് ഈ 20 ലക്ഷം രൂപ കൊണ്ട് നമ്മളിപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. അത് എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മിഥുനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വപ്നമായിരുന്നു ഒരു വീട് എന്നുള്ളത്. മനോഹരമായൊരു വീട് അവൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയിലൂടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിലൂടെ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അതിമനോഹരമായി നിർമ്മിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി ഇന്നതിൻ്റെ പരിസമാപ്തിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണെന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാന സെക്രട്ടറി NK പ്രഭാകരനാണ്. ഇവിടെ ജില്ലാ അസോസിയേഷൻ്റെ സെക്രട്ടറി ഹിതേഷാണ്. അവരാണ് ഇവിടെ വർക്കിംഗ് കൺവീനറായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ ഇവിടെ കൺവീനർ, സംസ്ഥാനത്തിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ അഡ്വൈഡ് സാറുണ്ട്. ഇവർ 2 പേരും കൂടിയാണ് ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്തത്. മറ്റെല്ലാ സഹായങ്ങളും സംസ്ഥാന അസോസിയേഷൻ നേതൃത്വത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.